ഗസയിലടക്കം നരനായാട്ട് തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തിരിച്ചടിയേകുന്ന പ്രസ്താവനയുമായി പ്രതിരോധ വിഭാഗം മുൻ തലവൻ ഡാൻ ഹാലുട്സ്. ഹമാസുമായുള്ള യുദ്ധത്തിൽ നാം തോൽക്കുകയാണെന്നും നെതന്യാഹുവിനെ മാറ്റാതെ വിജയം സാധ്യമല്ല എന്നുമാണ് ഡാൻ ഹാലുട്സ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ തോൽവി നേരിടുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്നും അദ്ദേഹം പറയുന്നു. വലിയ തോതിലുള്ള എതിർപ്പാണ് നെതന്യാഹുവിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൈനിക നേതൃത്വവും നെതന്യാഹുവിനെതിരെ രംഗത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുൻ പ്രതിരോധ മേധാവി കൂടി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഹൈഫയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഡാൻ ഹാലുട്സിന്റെ പ്രസ്താവന. ഇസ്രായേലി ചാനൽ 14 സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ ഹാലുട്സിന്റെ വാക്കുകൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ തോൽവിയുടെ മറ്റൊരു തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹമാസുമായുള്ള കരയുദ്ധത്തിൽ 3 ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ഏറ്റവും ഒടുവിൽ 9 സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത്. 50-ലേറെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ കരയുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 161ആയി. വടക്കൻ ഗസയിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റതായും IDF അറിയിച്ചു. ഹിസ്ബുള്ള ആക്രമണത്തിൽ 9 ഇസ്രായേൽ സൈനികർക്കും പരിക്കുണ്ട്. ഹമാസ് തിരിച്ചടിയിൽ ഇസ്രായേൽ സൈനികരും സൈനിക ഉദ്യോഗസ്ഥരും റിസർവിസ്റ്റുകളുമായി ഒക്ടോബർ 7 മുതൽ ഇതുവരെ 494 പേരാണ് ആകെ കൊല്ലപ്പെട്ടതെന്ന് IDFനെ ഉദ്ധരിച്ച് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ പേരുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസിദ്ധീകരിച്ചു. കൊല്ലപ്പെട്ടവരിൽ 57 പേർ ഉദ്യോഗസ്ഥരാണെന്നും ഇസ്രായേൽ പറയുന്നു. അതേസമയം ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെന്ന് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽ സവാക്ത ആരോപിക്കുന്നു. കൊല്ലപ്പെടുന്ന സൈനികരിൽ 10% പേരുടെ പേരുവിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിക്കുമ്പോൾ ഗസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം 5000 കവിയുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഹമാസിന്റെ പിടിയിലായിരുന്ന 3 ഇസ്രായേലികളെ സൈന്യം കൊലപ്പെടുത്തിയെന്ന അവരുടെ തന്നെ വെളിപ്പെടുത്തലിന് പിന്നാലെ സ്വന്തം രാജ്യത്ത് നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. നെതന്യാഹുവിന്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നുവെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ പുതിയ ഉടമ്പടി എത്രയും വേഗം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഡിസംബർ 15-നാണ് ബന്ദികളായ 3 ഇസ്രായേലി സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ചത്. നേരത്തെയും ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങളും ജൂത സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. തെല്ലവീവിലെ തെരുവുകളിലേക്ക് ഇറങ്ങിയ പ്രതിഷേധക്കാർ ബന്ദിമോചനത്തിനായി സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ബന്ദികളെ അവരുടെ വീട്ടിലെത്തിക്കൂ എന്നും അവസാന ബന്ദിയെയും മോചിപ്പിക്കുന്നതുവരെയും ജയമില്ലെന്നും അവർ പറഞ്ഞിരുന്നു. നെതന്യാഹുവിന് തിരിച്ചടി ഇതുകൊണ്ടും തീരുന്നില്ല. കഴിഞ്ഞ ദിവസം കുക്കുവിളികളുമായാണ് നെതന്യാഹുവിനെ ബന്ദികളുടെ ബന്ധുക്കൾ നേരിട്ടത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ജനരോഷം നേരിട്ടെറിഞ്ഞത്. ബന്ദികളുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി എത്തിയ കുടുംബങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഗസയിൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ വിഷയം ചർച്ച ചെയ്യാനായി വിളിച്ച പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. നേരത്തെ നെതന്യാഹുവിന്റെ വീടിന് മുന്നിലും ആയിരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. രാജിവെച്ച് പുറത്തുപോകൂ എന്ന് ആവശ്യപ്പെട്ടായിരുന്നു വൻ പ്രതിഷേധം. നെതന്യാഹു രാജിവെക്കണമെന്ന് ഇസ്രായേലികളിൽ 3/4 ജനങ്ങൾ വിശ്വസിക്കുന്നതായി കാണിക്കുന്ന ഒരു വോട്ടെടുപ്പും രാജ്യത്ത് നടന്നിരുന്നു. ഇസ്രായേലിലെ ചാനൽ 13 TV നടത്തിയ ഒരു വോട്ടെടുപ്പിൽ 76% ഇസ്രായേലികളും നെതന്യാഹു രാജിവെക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ആക്രമണത്തിൽ ആരാണ് കൂടുതൽ തെറ്റുകാരെന്നുള്ള ചോദ്യത്തിന് 44% ഇസ്രായേലികളും നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി. 33% പേർ സൈനിക മേധാവിയെയും മുതിർന്ന IDF ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തിയപ്പോൾ 5% പേർ പ്രതിരോധ മന്ത്രിയെയും കുറ്റപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ സ്വന്തം രാജ്യത്ത് ജനങ്ങളിൽ നിന്നും മുൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും കടുത്ത എതിർപ്പ് തുടരുമ്പോൾ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദമേറുകയാണ്. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനായി താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന ആഗ്രഹം ഇസ്രായേലിനുണ്ടെങ്കിലും ആ കളിക്ക് ഹമാസ് തയ്യാറല്ല. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഫലസ്തീൻ ജനതയ്ക്ക് സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ്. നേരത്തെ 7 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തൽ കാലയളവിൽ നിരവധി ബന്ദികളെയും തടവുകാരെയും ഇരുഭാഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചെങ്കിലും അതിനുശേഷം ഇസ്രായേൽ രൂക്ഷ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് താൽക്കാലിക വെടിനിർത്തലിനോട് ഹമാസ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. സമ്പൂർണ്ണ വെടിനിർത്തൽ മാത്രമാണ് പരിഹാരമെന്നാണ് ഹമാസിന്റെ പക്ഷം.